പലതരം അഴിമതികളും ഈ രാജ്യവും കേരളവും കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്വർണം മോഷ്ടിച്ച ലോകത്തിലെ തന്നെ ആദ്യ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് വ്യക്തമാക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJPയുടെ രാപ്പകൽ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിൻ്റെ സ്വർണം മോഷ്ടിച്ച ഈ സർക്കാർ കേരളത്തിന് മാത്രമല്ല, രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിന് തന്നെ അപമാനമാണ്. എത്ര കിലോ സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചതെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ പുറത്തു വരികയാണ്. പണ്ട് സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തിയ ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ പോറ്റിയെ ഉപയോഗിച്ച് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചിരിക്കുകയാണ് എന്നും PK കൃഷ്ണദാസ് വ്യക്തമാക്കുകയാണ്. എല്ലാ കുറ്റവും പോറ്റിയുടെ തലയിൽ കെട്ടിവെക്കാൻ ആസൂത്രിതമായി ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോറ്റിയല്ല, പോറ്റിയെ പോറ്റി വളർത്തിയ CPM നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ അന്വേഷണം തന്ത്രിമാരുടെ പിന്നാലെയാണ്. തന്ത്രിമാരെയല്ല, കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മന്ത്രിമാർക്കെതിരെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോകേണ്ടത്. ഇവർ 10 വർഷമായി ജനങ്ങളുടെ നികുതി പണം അടിച്ചുമാറ്റി, പ്രളയ ഫണ്ട് അടിച്ചുമാറ്റി കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദൈവത്തിന് പോലും രക്ഷയില്ലാത്ത നാടായി കേരളം മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ സർക്കാർ സ്വത്തുക്കൾ അടിച്ചു മാറ്റുകയാണ്. എന്താണ് ഹിന്ദുക്കളോട് മാത്രം ഈ സർക്കാരിന് ഇത്ര വിരോധം? ഭഗവാൻ അയ്യപ്പൻ്റെ പോലും സ്വത്ത് അടിച്ചു മാറ്റിയ പിണറായി സർക്കാർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്നുള്ളതാണ് BJP ഈ സമരത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. 10 വർഷത്തെ മാത്രമല്ല, കഴിഞ്ഞ 30 വർഷത്തെ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അതേസമയം കലുങ്ക് സംവാദം ചൂടേറിയ വിവാദങ്ങൾക്ക് സാക്ഷിയായ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഒന്ന് ചുവട് മാറ്റുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുമായി സംവദിക്കാൻ ഏറെ സഹായകരമായ കോഫി ടൈംസുമായി വീണ്ടും എത്തുകയാണ് കേന്ദ്രമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്. കലുങ്ക് സംവാദം രാഷ്ട്രീയ എതിരാളികൾ മുതലെടുക്കുന്നു എന്നുള്ള വിമർശനം BJPക്കുള്ളിലും ഉയർന്ന സാഹചര്യത്തിലാണ് ചില മാറ്റങ്ങൾ. കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ചിലർ കോൺഗ്രസിൽ ചേർന്നു എന്ന പ്രചാരണം അടുത്തിടെ ഉണ്ടായിരുന്നു. ഇക്കാര്യം BJP തള്ളുകയും ചെയ്തു. പല കലുങ്ക് സംവാദ വേദികളും രാഷ്ട്രീയ വിഷയങ്ങളിൽ മറുപടി പറയാൻ മാത്രമുള്ള വേദിയാകുന്നു എന്നുള്ള വിമർശനവും ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിലാണ് SJ കോഫി ടൈംസ് എന്ന പേരിൽ തൃശ്ശൂരിൽ വീണ്ടും പരിപാടിയുമായി സുരേഷ് ഗോപി എത്തുന്നത്. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പുതൂർക്കരയിൽ പരിപാടി നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ BJP വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. പ്രത്യേകിച്ചും കുന്തംകുളം നഗരസഭാ ഭരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത്.